ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ് അമ്മാ ബഅദ്. സൂറത്തുൽ അഹ്ഖാഫിലെ 21, 22, 23 വചനങ്ങളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വചനങ്ങളിൽ പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാം. ഇതിൽ വരുന്ന അലിഫുകളെയും മറ്റ് ഹർഫുകളെയും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. ആദിൻ എന്ന് പറയുമ്പോൾ ഖാഇന്റെ അലിഫ് തഫ്ഖീമിന്റെ അലിഫാണ്. ആദിൻ എന്ന് പറയുമ്പോൾ തർക്കീഖിന്റെ അലിഫാണ്. ഇസ്തിഫാലിന്റെ ഐനിനെ ദീർഘിപ്പിക്കുകയായതുകൊണ്ട്. അപ്പൊ ഇതുപോലെ തഫ്ഖീം ചെയ്യേണ്ട ഹർഫാണ് വദ്കൂർ, റാ. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. അൻസറ, ഈ പദത്തിലെ സാക്കിന നൂൻ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. ബിൽ അഹ്ഖാഫി, വഖദ്, ദാലിന്റെ സുകൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കണം. ഖലത്തിൻ നുദുറു, നൂൻ മുഷദ്ദദ, ഷദ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. മിൻ ബൈനി, മിൻ എന്ന സാക്കിനായ നൂനിനെ ഇഖ്ലാബ് ചെയ്ത് സാക്കിനായ മീമിന്റെ ശബ്ദം നൽകി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അപ്പോൾ സാക്കിനായ മീം ബായിന് മുമ്പിൽ വരുമ്പോൾ എന്താ ചെയ്യുക? ഇഖ്ഫാ ചെയ്യണം, അവ്യക്തമാക്കണം. ആ ഹുക്മാണ് ഫലത്തിൽ ഇവിടെയും കൊടുക്കേണ്ടത്. മിൻ ബൈനി വമിൻ ഖൽഫിഹി, സാക്കിനായ നൂനിനെ ഇദ്ഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കണം. ഖൽഫിഹി, ഈ ദീർഘം മദ്ദുസ്സിലത്തിൽ കുബ്ര എന്ന ദീർഘമാണ്. ചൂടുള്ള അല്ലാ തഅ്ബുദൂ, ഈ ദീർഘമാണ് മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘം. 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഫലത്തിൽ രണ്ടും ഒരേ വിധിയാണ്. ഖൽഫിഹി അല്ലാ തഅ്ബുദൂ. വീണ്ടും വരുന്നുണ്ട് ഇന്നി അഖാഫു, അതും മുൻഫസിൽ തന്നെ. അടുത്ത ആയത്തിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുൻഫസിൽ ദീർഘിപ്പിക്കുകയാണെങ്കിൽ എല്ലാം ദീർഘം നൽകുക എന്നതാണ് അതിൻ്റെ ശരിയായ രീതി. ഇന്നി എന്ന് പറയുമ്പോൾ നൂൻ മുഷദ്ദദ, ഷദ്ദ് നൽകപ്പെട്ട നൂനാണ്, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അലൈക്കും എന്നതിലെ സാക്കിന മീം ഇദ്ഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. യൗമിൻ അളീം, തൻവീനിനെ ഇദ്ഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. ഖാലൂ, മദ് മുൻഫസിൽ ജായിസ്. അജിതന, ഹംസ ഷിദ്ദത്തിന്റെ ഹർഫാണ്. അജീതന എന്ന് പറയരുത്, അജീതന എന്നൊന്നുമല്ല, അജിതന, അജിതന. ലിതഫികന, അവിടെയും ഹംസ സാക്കിനായി വരുന്നു. അൻ ആലിഹതിന, അൻ സാക്കിന നൂൻ ഇദ്ഹാർ ഹൽഖി. വീണ്ടും ഫഅ്തിന, ഹംസ ഷിദ്ദത്തിന്റെ ഹർഫാണ്, ശ്രദ്ധിക്കുക. ബിമാ തഈദൂന, മദ് മുൻഫസിൽ ജായിസ്. ഇൻ കുൻത, രണ്ട് സാക്കിനായ നൂനും ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിക്കണം. കുൻത മിനസ് സ്വാദിഖീൻ, സ്വാ എന്ന സ്വാദിന്റെയും അലിഫിന്റെയും ഉച്ചാരണം തഫ്ഖീമോട് കൂടിയാണ്. ഖാഫിന് കുറഞ്ഞ തഫ്ഖീമാണ് ഉണ്ടാവുക കസ്റായതുകൊണ്ട്. ഖാല ഇന്നമൽ ഇൽമു, നൂൻ മുഷദ്ദദ മണിക്കണം. ഇൻദല്ലാഹി, സാക്കിന നൂൻ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിക്കണം. വഉബല്ലിഗുകും, ഗൈന് തഫ്ഖീമിന്റെ ഹർഫാണ്. മീമിനെ പൂർണ്ണമായും ശേഷമുള്ള മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. വഉബല്ലിഗുകും മാ ഉർസിൽതു, മദ് മുൻഫസിൽ ജായിസ്. വീണ്ടും വലാകിന്നി അറാക്കും,
നൂൻ മുഷദ്ദദ മണിക്കുക, യാഇനെ മുൻഫസിലായ ദീർഘം നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കാം. ഖൗമൻ അറാക്കും എന്നതിലെ സാക്കിനായ മീമിനെ ഇൽഹാർ ഷഫവി നൽകണം. അറാക്കും റാവും അലിഫും തഫ്ഖീം ചെയ്യണം. ഖൗമൻ തജ്ഹലൂൻ. ഖൗമൻ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി. തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. തജ്ഹലൂൻ എന്നതിലെ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കി ഉച്ചരിക്കണം. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. واذكر أخا عاد إذ أنذر قومه بالأحقاف وقد خلت النذر من بين يديه ومن خلفه ألا تعبدوا إلا الله إني أخاف عليكم عذاب يوم عظيم. قالوا أجئتنا لتأفكنا عن آلهتنا فأتنا بما تعدنا إن كنت من الصادقين. قال إنما العلم عند الله وأبلغكم ما أرسلت به ولكني أراكم قوما تجهلون.